ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേതൊരു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം ഒരു പൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് അതിലേക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്കൊരു 8 കപ്പ് മൈദ ആഡ് ചെയ്ത് അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും നേരത്തെ മാറ്റി വെച്ച എഗ്ഗും ആഡ് ചെയ്ത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്കൊരു 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് അതൊന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊരു കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ മേൽ മുങ്ങി നിൽക്കുന്ന തരത്തിൽ ഓയിൽ ഒഴിച്ചതൊന്ന് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ആ ടൈം കൊണ്ട് നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതൊന്ന് ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവോള കട്ട് ചെയ്തതും ആഡ് ചെയ്ത് ഉപ്പും ചേർത്ത് അത് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് തക്കാളിയും ആഡ് ചെയ്ത് അത് നന്നായി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ ഇതെല്ലാം ആഡ് ചെയ്ത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നേരത്തെ ഞാൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ച ബീഫും ചേർത്ത് അത് നന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നന്നായി വേവിച്ച് വരട്ടിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മാവെടുത്ത് ഓരോ ബോളുകളാക്കി ആ സെയിം ഓയിലിൽ തന്നെ മാറ്റി വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഓരോന്നെടുത്ത് നന്നായി പരത്തിയെടുത്തതിന് ശേഷം അതൊരു കട്ടറോ കത്തിയോ യൂസ് ചെയ്ത് അതിങ്ങനെ വരഞ്ഞു കൊടുക്കാം. ശേഷം ഇതെല്ലാം വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് അതൊന്ന് റൗണ്ട് ചെയ്ത് ചുറ്റിച്ചെടുക്കാം. നന്നായി വലിച്ച് വേണം ചുറ്റിച്ചെടുക്കാൻ. ശേഷം അതിൽ നിന്ന് ഓരോന്നെടുത്ത് അത് നന്നായി പരത്തിയെടുത്തതിന് ശേഷം ചെറിയൊരു ഫ്ലെയിമിലിട്ട് ചൂടായ ദോശക്കല്ലിലോ ഇരുമ്പ് ചട്ടിയിലോ ഇട്ട് അതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. ചുട്ടെടുത്ത ഓരോ പൊറോട്ടയും ഇതേപോലെ നന്നായി അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായ നല്ല ലെയറുകളോട് കൂടിയ പൊറോട്ട നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. കൂടാതെ കൂടുതൽ റെസിപ്പി വീഡിയോസിനായി ഈ പേജ് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.